ഹായ് ഗായ്സ്, നമ്മളിന്ന് ഒരു ബീഫ് കട്ട്ലേറ്റാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യമേ 4 ഉരുളക്കിഴങ്ങ് വേണം. അത് 4ആയിട്ട് കീറി കുക്കറിനകത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത പൊട്ടറ്റോയുടെ തൊലിയൊക്കെ കളഞ്ഞ് അത് നമുക്കൊന്ന് ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി നമുക്ക് ബീഫ് കറി വെക്കുമ്പോൾ അതിനകത്തുനിന്ന് നെയ്യില്ലാത്ത കഷ്ണങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ബീഫ് കട്ട്ലേറ്റിന് വേണ്ട ബീഫ് പീസസ് ആണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവയാണ്. അതൊന്ന് ചതച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 4 സബോളയാണ്. അത് 4 നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഇനി ബീഫ് പീസസ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അരഞ്ഞു പോകരുത്, അല്ലെങ്കിൽ കൈകൊണ്ടാണെങ്കിലും ക്രഷ് ചെയ്തെടുത്താലും മതിയാവും. ഞാനിവിടെ കൈകൊണ്ടാണ് ക്രഷ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഒരു കടായി എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ കൂടുതലാവരുത്, നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട് വരും. ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചോപ്പ് ചെയ്തേക്കുന്ന പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുന്ന സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ചോപ്പ് ചെയ്തിടുന്നതാണ് നല്ലത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി വെള്ളം വറ്റുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ തന്നെ പുഴുങ്ങി പിടിച്ച് റെഡിയാക്കി വെച്ചേക്കുന്ന പൊട്ടാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. ഇനി വേണ്ടത് മുട്ടയാണ്. ഇവിടെ ഞാൻ 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ എഗ് വൈറ്റ് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുത്ത് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞാനിവിടെ എഗ്ഗിൻ്റെ വൈറ്റും യോക്കും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തേക്കുകയാണ്. ഇനി നമ്മുടെ ഡോ ടൈറ്റ് ആകുന്നതിന് വേണ്ടി നമുക്കതിലേക്ക് റസ്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് ഇത് ചേർത്ത് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. അങ്ങനെ കുഴച്ചെടുത്ത ഡോ ആണ് നമ്മളിപ്പോൾ ഈ പ്ലേറ്റിനകത്ത് കാണുന്നത്. ഈ ഡോ കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളുണ്ടാക്കി അത് കയ്യിൽ തന്നെ വെച്ച് നമുക്ക് പരത്തിയെടുക്കാം. പരത്തി അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കാം. റൗണ്ട് ഷേപ്പിലും അതുപോലെ തന്നെ ഓവൽ ഷേപ്പിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലും ചെയ്തിട്ടുണ്ട്, ഓവൽ ഷേപ്പിലും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഇനി മുട്ടയുടെ മിക്സിനകത്ത് ഡിപ്പ് ചെയ്ത് റസ്ക് പൗഡറിനകത്ത് കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കട്ട്ലേറ്റും റെഡിയാക്കിയിട്ടുണ്ട്. റെഡിയാക്കിയ കട്ട്ലേറ്റാണ് നമ്മൾ ഈ പ്ലേറ്റിനകത്ത് കാണുന്നത്. ഇനി ഒരു പാൻ എടുക്കാം. അതിലേക്ക് നമുക്കൊരു അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത കട്ട്ലേറ്റ് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് തിന്നായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഓനിയൻ പീസസ് ഇട്ട് നമുക്ക് ഈ കട്ട്ലറ്റിനെ ഗാർണിഷ് ചെയ്യാം. ഇതൊരു ഹെൽത്തി ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഇതൊരു കോഫിയോടൊപ്പം കഴിക്കാം. ലഞ്ചിനെ അടിപൊളിയാക്കാൻ നമുക്ക് 1-2 കട്ട്ലേറ്റും ഒരു തോരനും കാച്ചുമോരും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളും ഇതുപോലെയുള്ള നുറുങ്ങ് വിദ്യകളൊക്കെ ചെയ്യാറില്ലേ? താഴെ കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.